നല്ലൊരു മൊമെന്റ് സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള നിമിഷം അത് നമ്മൾ തിരിച്ചറിയണം, ക്ലിക്ക് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. അത്രേ ഉള്ളൂ കാര്യം. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സീനൊക്കെ അങ്ങനെ ഒരു തിരിച്ചറിവിന്റെ പുറത്തെടുത്തൊരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്തായാലും പാചകം തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഓടിപ്പിടിപെടുത്ത് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഈ പട്ടിക്കുഞ്ഞും തള്ളപ്പട്ടി എന്റെ വണ്ടിക്ക് കുറുകെ കിടക്കുന്നത്. ഇതിപ്പോ ഇവിടെ സ്ഥിരം പരിപാടിയാണ്. ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന നേരത്തും വരുന്ന സമയത്തുമാണ് ഇത് സംഭവിക്കുന്നത്. ഇതാണെന്ന് തോന്നുന്നു ഇവരുടെ ഫീഡിംഗ് ടൈം. അപ്പൊ മഹേഷിന്റെ ചാച്ചൻ പറഞ്ഞതുപോലെ അങ്ങനെ ആ നല്ല മൂമെന്റ് ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഞാൻ എന്തായാലും അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്കൊരു അത്താഴം ഒരുക്കാം. അത്യാവശ്യം വലിയ കക്കാർച്ചയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് റോസ്റ്റ് ചെയ്യണം. പിന്നെ എന്താ ഈ മീന് സീഡിക്കാരിലെന്നും മേവട്ടെന്നും മാച്ചാൻ കുറിച്ചിലെന്നൊക്കെയാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ കക്കാർച്ച നമുക്ക് ഇങ്ങനെ അരിപ്പ പാത്രത്തിൽ കഴുകിയെടുക്കാം. കല്ലും കട്ടയും കക്കാപ്പൊടിയൊക്കെ നമുക്ക് വലിയ കക്കാർച്ച ആയതുകൊണ്ട് നേരിട്ട് കാണാനായിട്ട് പറ്റും. അത് നമുക്ക് പെറുക്കി കളയാനും പറ്റും. മണൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അരിപ്പ പാത്രത്തിൽ നല്ലപോലെ വെള്ളം തുറന്നു വിട്ടിട്ട് ഇങ്ങനെ അരിച്ച് കഴുകിയെടുത്താൽ മതി. ചീനച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായപ്പോഴത്തേക്ക് 2 ചെറിയ സവാള അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു തക്കാളിയും പിന്നെ ഒരു 4-5 അല്ലെങ്കിൽ ഒരു 5-6 വെളുത്തുള്ളി ചതച്ചതും കൂടെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുവാണ്. എരിവിന് ഒരു 2 പച്ചമുളക് കൂടെ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ അത് കുഞ്ഞു പീസ് ഇഞ്ചി കൂടെ ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊടികളായിട്ട് ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഇറച്ചി മസാലയോ അങ്ങനെ എന്തെങ്കിലും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി വേണമെന്നില്ല, കാരണം നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് എരിവും ഉണ്ട്. പൊടികളുടെ പച്ചമണം മാറി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളമോ അല്ല ചൂടുവെള്ളമോ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു സെമി ഗ്രേവി ആക്കി എടുക്കണം. അങ്ങനെ അരപ്പൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന കക്കാർച്ച കൂടെ ചേർത്ത് നന്നായിട്ട് തട്ടിപ്പൊത്തി ഒന്ന് മൂടി വെക്കണം കേട്ടോ. സിമ്മിലിട്ട് നല്ലപോലെ വെള്ളം വറ്റി ഡ്രൈ ആകുന്നത് വരെ ഇങ്ങനെ വരട്ടി വേവിച്ചെടുക്കണേ. ഇതിനിടയ്ക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിഷ് മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് കൂടെ ഞാൻ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും ഇറച്ചി മസാലയും കുരുമുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. പറയാൻ വിട്ടുപോയി, ഒരു ചെറിയ തക്കാളിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കുറുക്ക് പരുവത്തിനാണ് കേട്ടോ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനെങ്ങനെയാണ് ഈ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യുന്നതെന്നുള്ള കാണിച്ചു തരാവേ. 2 സൈഡിലെ വിങ്സും വാലും ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം തലഭാഗവും ഇങ്ങനെ വൃത്തിയാക്കും കേട്ടോ. അതിന് ശേഷമാണ് ആ ഒരു ഇങ്ങനെ സൈഡിലോട്ട് ഇരിക്കുന്ന ഒരു പോർഷനില്ലേ, അതൊരു എക്സ്ട്രാ പോർഷനായിട്ട് തോന്നിയത് കൊണ്ട് ആ ഭാഗത്ത് നിന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമുക്ക് അകത്ത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. പിന്നെ അതാ ഈ ചുണ്ണാമ്പ് പോലത്തെ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ചുരണ്ടി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കും. ആ എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് അതും നമ്മൾ ഫ്രൈ ചെയ്യാൻ തന്നെ എടുക്കും കേട്ടോ. അത് കളയത്തില്ല എന്തായാലും. അപ്പോൾ കക്കാർച്ചി ഒരു വശത്ത് ഇങ്ങനെ നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഫിഷെല്ലാം കഴുകിയെടുത്ത് അരപ്പെല്ലാം തേച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചതിന് ശേഷം വറുത്തെടുക്കുവാണ്. അങ്ങനെ ഇന്നത്തെ അത്താഴം റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അത്താഴത്തിന് എന്താണെന്ന് ചോദിച്ചാൽ ചോറ് തന്നെയാണ്, ചോറും കറികളും. ഫിഷ് ഫ്രൈയും കക്കാർച്ചി റോസ്റ്റാണ് ഉദ്ദേശിച്ചെങ്കിലും നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല മോര് കൂട്ടാനും. ഞങ്ങളുടെ ഫാമിലി ടൈമിൽ ഇതൊരു ബൊഫേ സിസ്റ്റം പോലെ ചട്ടിയും കലമൊക്കെ ഡൈനിങ് ടേബിളിന്റെ പുറത്തുണ്ടാവും കേട്ടോ. ഇവിടെ അതിലങ്ങനെ ആർക്കും വിയോജിപ്പൊന്നും ഇല്ല, എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.